നമസ്കാരം. മാൾട്ട വാർത്തയിലേക്ക് സ്വാഗതം. മാൾട്ടയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നു. അതായത് മാൾട്ടയുടെ സാമ്പത്തിക നയങ്ങളിൽ സുപ്രധാനമായ മാറ്റങ്ങൾ വരുത്തണമെന്ന് ഔദ്യോഗികമായ ഒരു നിർദ്ദേശം ഉണ്ടായിരിക്കുന്നു. രാജ്യത്തിൻ്റെ നിലവിലെ തൊഴിൽ അധിഷ്ഠിത സാമ്പത്തിക വളർച്ചാ രീതിയിൽ നിന്ന്, അതായത് ലേബർ ഡ്രിവൺ ഗ്രോത്ത് എന്ന് പറയും, ഗവൺമെൻറ് അടിയന്തരമായി മാറണമെന്നാണ് മാൾട്ട ഫിസിക്കൽ അഡ്വൈസറി കൗൺസിൽ, അതായത് MFAC ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ തൊഴിലാളികളെ എത്തിച്ച് സാമ്പത്തികം വളർത്തുന്ന നിലവിലെ ഈ ശൈലി, അതായത് നമ്മളിപ്പോഴുള്ള ആൾക്കാർ ദീർഘകാലത്തേക്ക് സുരക്ഷിതമല്ല എന്നാണ് ഈ കൗൺസിലിൻ്റെ കണ്ടെത്തൽ. വിദേശ തൊഴിലാളികളുടെ വരവും ആഭ്യന്തര ആവശ്യങ്ങളും മാത്രമാണ് നിലവിൽ മാൾട്ടയുടെ സാമ്പത്തിക വളർച്ചയെ മുന്നോട്ട് നയിക്കുന്നതെന്നും ഇതിൽ വ്യക്തമായി തന്നെ അവർ പറയുന്നുണ്ട്. എന്നിരുന്നാലും ഇതിന് പകരം ചെയ്യേണ്ട ചില കാര്യങ്ങൾ അവർ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ഉൽപ്പാദനക്ഷമതയും കാര്യക്ഷമതയും വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള സുസ്ഥിരമായ ഒരു സാമ്പത്തിക മാതൃകയാണ്. അതുകൊണ്ട് രാജ്യം എന്നേക്കും സേഫ് ആകുമെന്നാണ് ഇവർ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് രാജ്യം ഇത് പിന്തുടരണമെന്നും പറയുന്നു. മാത്രമല്ല, ഡിജിറ്റലൈസേഷൻ, ഗവേഷണങ്ങൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ എന്നിവയ്ക്കൊപ്പം മനുഷ്യ വിഭവശേഷിയിലും അത്യാധുനിക അടിസ്ഥാന സൗകര്യങ്ങളിലും കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തുവാൻ കൗൺസിൽ ഗവൺമെൻറ്റിനോട് ശുപാർശ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഹസ്തകാല ചെലവഴിക്കൽ ഒഴിവാക്കി ദീർഘകാല സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുവാൻ കൃത്യമായ ഏകോപനത്തോടു കൂടിയുള്ള തന്ത്രങ്ങൾ വേണമെന്നും ഈ കൗൺസിൽ തന്നെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.